സത്യസന്ധമായിട്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല പഠനത്തിന് പ്രയോജനപ്പെടുത്താനാവുന്ന സംഭവമാണെന്നുള്ളത് മനസ്സിലായിരുന്നു. എന്തായാലും അദ്ദേഹം ഈ സംരംഭമായിട്ട് മുമ്പോട്ട് പോട്ടെ. മോളുടെ സപ്പോർട്ട് ഉണ്ടെന്നാണ് വളരെ സന്തോഷം. എപ്പോഴും പലരും സപ്പോർട്ട് ചെയ്യുക. വളരെ സന്തോഷമുണ്ട് കേട്ടതിൽ. കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇതിൻ്റെ ഉദാഹരണം ചെയ്യാൻ വേണ്ടി മാഷെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിവിധ മേഖലകളിൽ രക്ഷിതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, അലീസറുമായിട്ട് ഞാൻ പരിചയമുണ്ടാകുന്നത് നിങ്ങളൊക്കെ ഇപ്പം അവിടെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അഭിഷ എന്ന വിദ്യാർത്ഥി ഉണ്ടാക്കിയ ചൂഴൽ നട. അങ്ങനെ ഇരിക്കുകയാണോ ഒരു ദിവസം അലീസർ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ വിദ്യാർത്ഥി നമുക്ക് കാണാൻ അനുവദിക്കുക. അങ്ങനെ സ്കൂളിൽ വന്നു, വിദ്യാർത്ഥിയെ കണ്ടു. ഇനി വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയി അവൻ്റെ പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാനും പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ആരൊക്കെയാണ് സയൻസ് മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുന്നത്, എങ്ങനെയാണ് മലപ്പുറം ജില്ലയുടെ പുതിയതായിട്ട് ഇറങ്ങിയ KDSC ഇന്നോവേറ്റീവ് പ്രോഗ്രാം 5 വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തു. ആ വിദ്യാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവർക്കൊരു സയൻസ് ഓറിയന്റേഷൻ ക്ലാസ് അണ്ടറിലായിട്ടും ഓൺ ബിഹാഫ് ഓഫിലായിട്ടും അവരുടെ പ്രോജക്റ്റുകൾ നമുക്ക് നടപ്പിലാക്കണമെന്നും അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസം 18-ാം തീയതി സാറ് പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അവാർഡ് കൊടുക്കുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഈ വർഷം തന്നെ കൊടുക്കുമെന്നാണ് അലീസർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അലീസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ മനസ്സിലാക്കിയത് ഒരു സാമ്പത്തിക ലാഭമുള്ളൊരു പരിപാടിയാണ്. സൊസൈറ്റിയിൽ പുതുതലമുറ എല്ലാവരും സയൻസ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട് അവര് കേരളത്തിന് അഭിമാനം എന്നല്ല പറയുന്നത്, രാജ്യത്തിന് അഭിമാനമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ് അലീസർ. അത് നമുക്ക് അദ്ദേഹത്തിന്റെ പോയി തന്നെ ഇടപാടുകൾ നമുക്ക് മനസ്സിലാകാം. ഇതൊക്കെ ഒരു പക്ഷേ ഒരു വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കുകയാണെങ്കിൽ ആളുകളുണ്ടോ, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ, എല്ലാവരും വന്നോ. നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാം, ഒരു മ്യൂസിയത്തിലെ ടിക്കറ്റ് കാണുന്നത് മാത്രമല്ല, പുരാവസ്തു കേന്ദ്രത്തിലേക്കുള്ള പഠനങ്ങൾക്കുള്ള റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ വിലപിടിവുകളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ അതൊന്നും സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കാതെ എല്ലാ വിദ്യാർത്ഥികളും ഈ രാജ്യത്തിന് അഭിമാനമുള്ള വിദ്യാർത്ഥികളാകണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുക. അത് ഗവൺമെന്റ് സ്കൂളോ, എയ്ഡഡ് സ്കൂളോ, ഗവൺമെന്റ് സ്കൂളോ, പ്രൈവറ്റ് സ്കൂളോ, ഒരു സ്കൂളും എന്നുള്ളതല്ല. ഏത് വിദ്യാർത്ഥിക്കാണോ സയൻസ് മേഖലയിൽ താല്പര്യമുള്ളത് ആ വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് നൽകുന്ന ഒരു, നമുക്കറിയാം, വിദ്യാർത്ഥികൾ എല്ലാ മേഖലയിലേക്കും കടന്നു വരണം. ദാറ്റ് മീൻസ് അവർക്ക് സ്കില്ല്, നമുക്കറിയാം ഈ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശേഷം നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റേറ്റീവ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അവനോട് ചോദിച്ചാൽ അവൻ നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവൻ ഇന്ത്യയെ റെപ്രസെന്റേറ്റീവ് ആയി. അപ്പൊ ഇതേ രൂപത്തിലോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇമോഷൻസ്, ഒരു പാഷൻ ആയിട്ട് എടുത്തിട്ടോ
ഇത് അതിയായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ മാത്രമല്ല അദ്ദേഹം സെലക്ട് ചെയ്തത്. കുട്ടികളുടെ കൂടെ രക്ഷിതാക്കളും അവർക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുന്ന രക്ഷിതാക്കളും കലീസോറും ഈ സംവിധാനം ഒരു വലിയ ബൃഹത്തായ സംവിധാനത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ അദ്ദേഹമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അദ്ദേഹത്തിന്റെ ഒരുപാട് വിവിധങ്ങളായ ആളുകളുമായിട്ടുള്ള ബന്ധം. ISRA-യിലേക്ക് അദ്ദേഹം പറഞ്ഞ ISRA-യിലേക്ക്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ലക്ഷ്യമാക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളോ ഈ സമൂഹത്തിന് ചെയ്യുന്ന പ്രാധാന്യം. എനിക്കിന്ന് 2-3 മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അലീസറുടെ ഈ ഒരു സംവിധാനം ഡയറക്റ്റ് ആയിട്ട് കാണും. പുറത്തുനിന്ന് കണ്ട സമയത്ത് എനിക്ക് തോന്നി എന്താ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ ഷെഡ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നും എടുത്ത് നോക്കിയ സമയത്ത് വളരെയധികം വിലപിടിപ്പുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്തെ നാട്ടുകാർ, ഇവിടെയുള്ള വിവിധ സാംസ്കാരിക മേഖലയിൽ ഇടപെടുന്ന ആളുകൾ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ ഇത് പുതുതലമുറക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വലിയ സംവിധാനത്തിലേക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് കക്ഷി രാഷ്ട്രീയങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകും. പുതുതലമുറയ്ക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് പാഠം പഠിക്കണം. ഇതൊരു റിസർച്ച് സെന്റർ ആകണം. റിസർച്ച് സെന്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഇപ്പോ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു റിസർച്ച് സെന്റർ. എന്നാൽ ന്യൂ ജനറേഷൻ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ ഒരു ലൈബ്രറി